Happy Onam. This is a very short Onam vlog where I show you 5 steps for a happy Onam according to me. കുറേയേറെ നാളിന് ശേഷം നമ്മൾ നാട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. And we were all waiting for Onam to come by. And the first thing that we did on Onam morning was make a small little പൂക്കളം. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം പൂവൊക്കെ വെച്ച് ഒരു ചെറിയ പൂക്കളം സെറ്റ് ചെയ്തു. ആൻഡ് വെള്ള പൂവ് കിട്ടാത്ത തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പൊടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ രാവിലത്തെ ഫുഡ് പോലും കഴിക്കാണ്ട് ഞാനും അമ്മയും പൂക്കളത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് കെയിം ഔട്ട് പ്രിറ്റി വെൽ. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്. So the first step was making a pookalam, and the second one is to pick out an Onam outfit. And I got this beautiful sari from a page called Vaidehika Collections on Instagram. And എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരുങ്ങണം എന്ന്. ആൻഡ് ഇറ്റ് ഫൈനലി കെയിം ട്രൂ. എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായത് കാരണം അത് കിട്ടിയപ്പോൾ തന്നെ ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഐ വിഷ് യു കുഡ് സ്മെൽ ഇറ്റ് ടു. അങ്ങനെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 വിച്ച് ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ ഓണം. ഈ ഒരുങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് മൈ ഗെറ്റ് റെഡി വിത്ത് മീ.
അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വി വെൻറ്റ് ടു അവർ കസിൻസ് ഹൗസ് ടു ഈറ്റ് ദ സദ്യ. നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടെ സദ്യ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വാഴയിലയൊക്കെ വെട്ടിയെല്ലാം സെറ്റാക്കുമായിരുന്നു. And that takes us to our step number 3, which is to have a yummy sadhya. And in my opinion, that is the best part of Onam. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായി കിടന്നുറങ്ങണമെന്നുണ്ടായിരുന്നു. ബട്ട് വി കെയിം ബാക്ക് ഹോം ആൻഡ് ഡിഡ് എ മിനി ഫോട്ടോഷൂട്ട് ഇൻസ്റ്റെഡ്, which was our step number 4. And now the final step is to wait for your next Onam. Bye.